നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ്, അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോ, നമ്മുടെ അഭിപ്രായം തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് കൂടെ അഖില കേരള മലയാളി, ഓൾ വേൾഡ് മലയാളി, മലയാളികൾക്കിടയിലുള്ള അല്ലെങ്കിൽ നോറ ജാസ്മിൻ ഫാൻസ് അസോസിയേഷൻ്റെയും ഭാരവാഹികളുടെ പേരിലും നോറയുടെയും ജാസ്മിൻ്റെ ഫാൻസിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡ് സമർപ്പിക്കുന്നു. അല്ലേ സെലിംകുമാർ പറഞ്ഞാല് സന്തോഷായില്ലേ നോറേന്റെയും ജാസ്മിന്റെയും ഫാൻസിനൊക്കെ? വളരെ ഒരുപാട് പേര് നെഞ്ചുരുകി പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥനയുടെ ഒടുവിൽ ഗബ്രിയലിന്റെയും ജാസ്മിന്റെയും ലീലകൾ ഏഷ്യാനെറ്റ് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമുണ്ട്. വിഷമുണ്ട്. അത് നമുക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടില് ഫാമിലി ആയിട്ട് കാണുമല്ലോ, അച്ഛനും അമ്മയും ലീലകൾ കാണാനോ? അതല്ല ഞാൻ വിഷമുണ്ട് കാരണം എന്താ അറിയോ, ഗബ്രീനും ജാസ്മിന്റെയും ലീല കാണാത്തത് കൊണ്ട് വിഷമുണ്ട്. എന്റെ വീട്ടിലുള്ളവർക്ക് വിഷമമുണ്ടോ എന്നുള്ളത് സത്യം കേട്ടോ. ഞാൻ ഒരു നിമിഷം ഇതെന്തായാലും മാറ്റില്ല. ഞാൻ അറിയാതെ ഇവര് വീട്ടിൽ അങ്ങനെ കണ്ടില്ല. ഞാൻ പറയട്ടെ, അതെന്താ വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഒരുവിധം ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും ഭയങ്കര വിഷമായി. ഇത് ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രത്യേകതയാണ്. വീക്കെൻഡ് എപ്പിസോഡ് ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. ഇപ്രാവശ്യം വേറെ പോലെയായിരുന്നു. എല്ലാ വർഷവും ഏകദേശം ഇങ്ങനെ ആവാറുണ്ട്. വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അയ്യോ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമോ എന്ന് ആഗ്രഹിച്ചിരിക്കും. വല്ലാത്തൊരു നല്ല കാര്യമില്ലേ, നോജ ഫാൻസിന് നല്ല കാര്യമില്ലേ? എന്താ നോറേന്റെ ഒരു സന്തോഷം. നോറയുടെ ഡേ ആയിരുന്നു. അവിടെ ഇവിടെയും പോയി കരഞ്ഞ് സംസാരിച്ച് നടന്ന നോറയ്ക്ക് ഒരു ചാൻസ് ആണ് കിട്ടി. നോറയ്ക്ക് വേണ്ടി ഏകദേശം 20 മിനിറ്റ് ഷോയിലും ഫസ്റ്റ് നോറയുടെ മ്യൂട്ടാക്കി ശരണ്യ എന്ന് പറഞ്ഞിട്ട് നോറയെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ലാലേട്ടൻ എന്തായിരുന്നു നോറ പറയാൻ പോണതെന്ന്. പക്ഷെ നോറ ഇവരൊന്നും ലൈവ് കാണാനില്ല. ലാലേട്ടൻ ആരും ലൈവ് കാണാത്തോണ്ടാ. നോറ ഇതൊക്കെ ലൈവിൽ പറയാറുണ്ട്. ഓരോ അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് വല്ലവരോടൊക്കെ പറയുമ്പോഴും നോറയുടെ സംസാരം വരുമ്പോൾ സത്യം പറയട്ടെ, ഞാൻ ഹെഡ്സെറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ദേഷ്യം വരാറുണ്ട്. ചില സമയത്ത് ഞാൻ മാറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും നോറയുടെ ഡേ ആയിരുന്നു. ജാസ്മിൻ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി, മറ്റേ നമ്മള് ഗബ്രി ഹാപ്പി, അപ്സര ഹാപ്പി, അർജുനൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. അർജുൻ ഫേക്ക്. എനിക്ക് അർജുന ഇഷ്ടമായിരുന്നു. എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് അർജുന ഫേക്ക് ആണോ എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അർജുൻ ഹാപ്പി, ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കളി എന്റെ ബിഗ് ബോസിൽ ആരെങ്കിലും ഇത് ഡയറക്ടറോ ആരെങ്കിലും ഇത് നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണുന്നുണ്ടാവില്ല. എന്നാലും കാണുന്നുണ്ടെങ്കിൽ പറയാട്ടോ, എല്ലാ ആഴ്ചയും ഒരുമാതിരി ഷോ ആയിരുന്നു. ഓരോ ദിവസവും 2 ആഴ്ചയായിട്ട് ഒന്ന് സന്തോഷത്തോടെ കണ്ട്, കഴിഞ്ഞ ആഴ്ച ഗെയിമൊക്കെ മാറ്റി മര്യാദയ്ക്കൊരു ഗെയിമായി തോന്നിയിരുന്നു. ആ സിബിനാണ് ആ ഗെയിം മാറ്റി കളിച്ചത്, വേറെ ഒരു വൈൽഡ് കാർഡും അല്ല. അയാളുടെ കളി ഇനി എന്തായാലും കൊളാക്കണം, അത്രയേ ഉള്ളൂ. അയാളുടെ കളി ഒരു പക്ഷേ ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. സിബിനെ ചിലപ്പോൾ രാജാവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ സിബിനെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടാവുമല്ലോ. പക്ഷെ ഇത് കുറച്ച് ഓവറായിപ്പോയി. ഇത്രയും വേണ്ടായിരുന്നില്ല. ആ ഒരു ജസ്റ്റ് കാണിച്ചതിനൊരു ശിക്ഷ കൊടുക്കായിരുന്നു. ശിക്ഷ നോമിനേഷനിൽ ഇട്ടു. പിന്നെ പവർ ഹൗസിൽ നിന്ന് പോരാത്തിന് വേറൊരു ശിക്ഷ കൂടി, അത് വിധിച്ചത് നോറയും ടീമൊക്കെ. പാത്രം കഴുകല്. ഇത്രയും ശിക്ഷ കൊടുക്കാൻ മാത്രം അയാൾ എന്താ ചെയ്തത്? ഇത്രയും ശിക്ഷ കൊടുക്കാൻ ആരും കണ്ടിട്ടില്ല. ഇത്രയും ശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും ഗെയിം എനിക്കല്ല, അയാൾ കളിക്കരുത്. ഇനി ഒരാഴ്ച അയാൾ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ വീണ്ടും ബിഗ് ബോസ് ഇയാളെ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യണ്ടാവും. എനിക്ക് തോന്നുന്നു ഇവർക്കും ഇഷ്ടം ചിലപ്പോ ഈ ഗബ്രിയും ജാസ്മിനും അങ്ങോട്ട് കൂടെ ഓടുന്നു, അത് ചെയ്യണു ഇത് ചെയ്യണു. നോറ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അർജുനും ശ്രീത്തും കൂടി അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നു. അർജുനും ശ്രീത്തും ഇപ്പൊ ഫുൾ ആക്ഷൻ ആണല്ലോ, അങ്ങനത്തെ ആക്ഷൻ കാണിച്ച് കളിക്കുന്നു. ഒന്നുകിൽ ഷോന്റെ ഡയറക്ടർ മണ്ടനാണ്, പൊട്ടനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഷോന്റെ ഡയറക്ടർ ഒരു ബുദ്ധിമാനാണ്. കാരണം എന്താ അറിയോ, ഒരു കാര്യം പറഞ്ഞാൽ മണ്ടൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഈ പ്രോമോയും കാര്യങ്ങളൊക്കെ ഇടുന്നതൊക്കെ ഈ ലവ് ട്രാക്ക്, റൊമാൻസ്, അല്ലെങ്കിൽ അതിബുദ്ധിമാൻ. കാരണം എന്താ വെച്ചാൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോ ആണ് ബിഗ് ബോസ് സീസൺ 5 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. എപ്പോഴും പറയും ഫോർ റോങ് റീസൺസ് ആണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ എല്ലാവരും, ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോസ് നോക്കിയിരുന്ന 10-8 ജബ്രിയാണ് അല്ലേ?
അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്ത് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല. കാരണം ആ ചർച്ചയിൽ നിന്ന് വഴുതി മാറി ജാസ്മിൻ സിബിൻ വോർ അവിടെ ഏകദേശം വന്നു തുടങ്ങാനുള്ള പരിപാടി തുടങ്ങിയിരുന്നു. മനസ്സിലായി എനിക്ക്? അതെ ഇനിയിപ്പോ ചിലപ്പോ ഉണ്ട്, അത് എപ്പോഴും ഉണ്ട്. അവര് തമ്മിൽ അടി തന്നെയാ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ചിലപ്പോ. കാരണം ഇവര് ജാസ്മിനും ഗബ്രി ഇവരൊക്കെ സന്തോഷത്തോടെ കളിക്കണം, ആ രീതിയിൽ കളിച്ചോട്ടെ വിചാരിച്ചിട്ട് തന്നെയായിരിക്കും. പിന്നെ ഇതുണ്ടാവുമല്ലോ, മുഖം നോക്കൂ, നോറയുടെ സുന്ദരമായ മുഖം നോക്കൂ, നാളെ നീ ഇത് കഴിഞ്ഞുള്ള ലൈവ് കാണില്ലേ നോറയുടെ? അപ്പൊ എന്തൊക്കെയാണ് കാണിക്കാൻ കഴിയില്ലോ, പലായനം ചെയ്യേണ്ടി വരും. പലായനം പാവം തോന്നിട്ടോ സിബിനോട്. എന്നിട്ട് പവർ ഹൗസ് ആ റൂമിൽ നിന്ന് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഭയങ്കര ഋഷി ഒരു ജെന്യൂൻ പ്ലെയർ ആണ്. ഞാൻ എന്ത് വന്നാലും പറയാം, ഋഷി ഇനി കളിച്ചില്ലെങ്കിൽ ഞാൻ പറയാം നല്ലൊരു പയ്യനാണ്, സ്നേഹമുള്ള ഒരു എല്ലാവരോടും സ്നേഹമുണ്ട് ആ കുട്ടി. ആരാ വിഷമിക്കുന്ന വെച്ചാൽ അവരുടെ അടുത്തേക്ക് പോവാറുണ്ട് കേട്ടോ. ലൈവ് കാണുമ്പോൾ മനസ്സിലാവും ഋഷി ആ കളിയല്ല കളിച്ചത്. ഋഷി അവിടെ അനീതിക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, അടിപൊളിയായിട്ട് ഋഷി സംസാരിച്ചു. അതല്ല അവിടെ കളി. ഋഷി ഈ പവർ റൂമിന്റെ ഉള്ളിൽ നിന്ന് സിബിൻ ഇങ്ങനെ ഇരുന്ന് ആകെ തകർന്ന, ലിറ്ററലി അവൻ തകർന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ സിബിൻ ഋഷി പോയി പറഞ്ഞെടുത്ത സംഭവം എന്താ അറിയോ? എക്സാക്ട് എന്താ പറഞ്ഞെടുത്ത് എനിക്ക് പൊട്ടും വരുന്നില്ല. പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞു, യഥാർത്ഥത്തിൽ ആ സെന്റൻസ് തന്നെ പറഞ്ഞെടുക്കും. ചെറിയ മിസ്റ്റേക്ക് അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് ഇരിക്കും പറഞ്ഞൂടെ? എന്താ പറഞ്ഞു ഇതല്ലേ ശരിയല്ലേ നോക്കൂ, ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ മനസ്സിലാക്ക് അത്ര. അതായത് അപ്പൊ അതായിരിക്കും ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു പറഞ്ഞു ഋഷി. അതേപോലെ ഋഷി ഞാൻ ആദ്യമായിട്ടോ ഒരു എണീറ്റ് ഇന്ന് ലാലേട്ടനോട് അത് നല്ല റെസ്പെക്റ്റിൽ നല്ലൊരു രീതിയിൽ അനീതിക്കെതിരെ ചോദിക്കാന്ന് പറഞ്ഞാൽ ചോദിച്ചു. അതും അന്ന് റസ്മിൻ ചോദിച്ച പോലത്തെ ചോദ്യമല്ല, അഹങ്കാരമുള്ള ചോദ്യമല്ല. ലാലേട്ട അത് കുറച്ച് കൂടിയില്ലേ അല്ലേ? അത് നിങ്ങൾ കണ്ടില്ലേ? അതന്നെ ആ സെന്റൻസിക്ക് ഓർമ്മയില്ല. അതായത് പറഞ്ഞു അല്ലേ, അങ്ങനെ പറഞ്ഞു. ഗബ്രിയേൽ അതൊക്കെ വേറെ ചോദ്യങ്ങളല്ലേ. എനിക്ക് മറ്റേ നോറയുടെ ഫേസ് കണ്ടിട്ട് ഭയങ്കര ഗെയിമിൽ ജയിച്ചു. ടീഷർട്ട് നോറയോട് ഇട്ടോളാൻ പറഞ്ഞു. ഈ ഫോട്ടോ ഇത് പുറത്താക്കിയല്ലേ? പിന്നെ മറ്റേ എന്ത് മെലോ ഡ്രാമയില് ഫസ്റ്റ് കിട്ടേണ്ടത് ഡെന്നിനായിരുന്നു. ലാലേട്ട് അനങ്ങിയ പറയാ, ഇത് എന്റെ അഭിപ്രായം അല്ല കേട്ടോ, ജനങ്ങളുടെയാണ്. ഏത് ജനങ്ങളാണ്? പക്ഷെ ഡെന്നിന് കിട്ടണമായിരുന്നു എന്നുള്ളത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡെന്നിന് നല്ലതായിരുന്നു. അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും വഴി തെറ്റിക്കാണോ നല്ല രീതിയിൽ നയിക്കാണോ അറിയില്ല. ഏറ്റവും സങ്കടം എനിക്ക് ആരോടാന്നറിയോ? ലാലേട്ടനോട് ഒന്നും അറിയാതെ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് ആൾക്കാരൊക്കെ ദേഷ്യം തോന്നിപ്പിക്കല്ലേ. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാർ പണ്ടൊക്കെ ഇപ്പൊ കുറച്ച് ബോധം വന്നിട്ടുണ്ട് ആൾക്കാർക്ക്. ലാലേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, ആ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് എന്താ പറയുക, ഋഷി ഇത് ചോദ്യം ചെയ്യാച്ച ഋഷി ജസ്റ്റ് പറഞ്ഞില്ലേ ഇവിടെ ഇതിലും വലുത് ഇതും പറയാറുണ്ട് ലാലേട്ട, പലരും പല സമയത്തും ഇത് പറയാറുണ്ട്. ലാലേട്ട ഒന്ന് പതറി, പഠിച്ചു ഒന്ന് പതറി, എന്താ പറയണ്ടെന്ന് അറിയാത്ത രീതിയിൽ ഒന്നും ആയില്ല. സംഗതി വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ പറഞ്ഞു പവർ ടീമിലുള്ളവർ പറയാൻ പാടില്ലല്ലോ. പിന്നെ വേറൊരു സംഭവം, ഈ കയ്യടി ഉണ്ടല്ലോ, പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് കയ്യടി, അത് സിംഗീത് കയ്യടിപ്പിക്കുക പോകുന്നത്. എന്നാലും ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. എനിക്ക് അത്രയും സങ്കടമായി തോന്നി. പിന്നെ വേറെ സംഭവം, ഒരു കാര്യം സിബിന്റെ കയ്യോടെ പൊക്കിയില്ലേ, നമ്മൾ അറിഞ്ഞില്ലല്ലേ? കാലവാരി നിലത്തടി. അത് വെറുതെ അത് കേട്ട് പോയി പറഞ്ഞു. പക്ഷെ ജിൻഡോ സപ്പോർട്ട് ചെയ്തിട്ടോ, ജിൻഡോ പോയി പറഞ്ഞിട്ടില്ലേ? ഞാനത് വിചാരിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ടില്ലേ ഒരു തേടി പിടിച്ചില്ലേ. കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ സംഭവം ഉണ്ട്. ഈ ആഴ്ച ജയിലിൽ കയറി കെട്ടിപ്പിടിച്ചു, ജയിലിൽ ഐസ്ക്രീം കൊണ്ടു കൊടുത്തു, കമ്പിക്കടയിലൂടെ കൈയിട്ട് പിന്നെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനത്തെ എന്തൊക്കെ പരിപാടികൾ നടന്നു അല്ലേ? അതൊന്നും ചോദിക്കുന്നില്ലല്ലോ. അതൊക്കെ ചോദിക്കാൻ അവർക്ക് അത് കണ്ടിങ്ങനെ രസിച്ചിരുന്നൂടെ? അത് രസിക്കാൻ വേണ്ടിട്ടാവൂലേ? കണക്കിന് നല്ലതാണ്. നല്ല നമുക്ക് രാത്രിയുടെ യാമങ്ങളിൽ നമുക്കും കുറെ ആൾക്കാർ അല്ല 18+ കുറെ ആൾക്കാർ വിഷമത്തിലായിരുന്നു ഇത്. കാരണം ഗബ്രി അവർ നന്നായി കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? ഈ ചങ്ങായി പോണവരല്ലേ ഉള്ളൂ, പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ.
ഏതായാലും എന്നാലും ഇനി സിബി മര്യാദയ്ക്ക് നോക്കൂ, ആ സുന്ദരമായ മുഖം നോക്കൂ. ജാസ്മിൻ നോറയ്ക്കല്ല അവരോട് സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ഒരു കൊണിഞ്ഞോണ്ട് സംസാരിക്കും. കൊണിഞ്ഞോണ്ട് വെച്ചാല് ഒരു ആ ലാലേട്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് എന്താണല്ല എനിക്ക് ദേഷ്യം കൊണ്ടാ തോന്നുന്നു. എനിക്ക് അവരെ വല്ലാണ്ട് പൊക്കിയിട്ടുള്ള ദേഷ്യം കൊണ്ടാ തോന്നുന്നു. അല്ല അതല്ല, ഇത് ആർക്കും ദേഷ്യം ഉണ്ടാവും, എനിക്കും ദേഷ്യമുണ്ട്. പക്ഷെ 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, നോറ ഈ ഒരു കാറ്റിൽ കുറച്ച് പൊന്തിയിട്ടുണ്ട്, ഓക്കെ. പക്ഷെ ജാസ്മിൻ അങ്ങനെ പൊങ്ങിയില്ലേ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇപ്പൊ വരും ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാവുള്ളൂ. ബിഗ് ബോസിനെ നോറയുടെ ആവലാദ്യോട്ട് സഹിക്കാൻ പറ്റാണ്ടേ നല്ല കുട്ടിയുടെ ഇരുന്നോന്ന് വെച്ച് കൊടുത്തു തന്നെ തുടങ്ങും. അപ്പൊ അറിയാൻ പറ്റില്ലേ. പക്ഷെ നോറ അതിൽ പൊങ്ങിയിട്ട് നോറയ്ക്ക് അത് നോറ ഒന്ന് ബിഗ് ബോസ് കളിച്ച കളിയിൽ വീണു. മറ്റേ കളി ആണെങ്കിൽ അതിൽ വീണു. പക്ഷേ അത് പോയിക്കോട്ടെ, സാറില്ല. മൊബൈലൊക്കെ വീഴ്ത്തിട്ട് പൊട്ടിച്ചു, സാറില്ല. പോട്ടെ വിധു, മൊബൈല് പോട്ടെ. ആ മൊബൈൽ ഒരു മൊബൈൽ അവിടെ നിലത്തിട്ടു, പോട്ടെ, നമുക്ക് വാങ്ങാം വിധു. ഡോണ്ട് വറി. വെറുതെ പറയാട്ടോ, അങ്ങനെയൊന്നല്ല. ആയിക്കോട്ടെ, എന്തായാലും എൻ്റെ ഫ്ലോ പോയി. ഇന്ന് ബിഗ് ബോസ് കളിച്ച് കളിയാണെങ്കിൽ നോറ അതിൽ വീണു. പക്ഷെ ജാസ്മിൻ വീണില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജാസ്മിന് കുറച്ച് ബുദ്ധിയുണ്ട്. കുറച്ച് നല്ലോണം ബുദ്ധി. സംഗതി ജാസ്മിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. ജാസ്മിൻ ഇപ്പൊ ജാസ്മിന്റെ ആരൊക്കെയോ ഫാൻസ് ഉണ്ട്. ജാസ്മിനെ ചോദിക്കും എന്താ നിങ്ങൾക്ക് ആരും ഇഷ്ടമല്ലെങ്കിലും ഹെയ്റ്റ് ഉണ്ട് ജാസ്മിനോട്. എനിക്കിഷ്ടമല്ല. ഞാൻ എന്റെ കൂടെ പറയും എനിക്ക് ഹെയ്റ്റ് ആണ്, ഇഷ്ടമല്ല. ബാക്കി ആരും അവിടെ ഹെയ്റ്റ് ഇല്ല. അതെ, ബാക്കി ആരും ഹെയ്റ്റ് ഇല്ല. ജാസ്മിന്റെ ഹെയ്റ്റ് ആണ്. എനിക്ക് ആ ക്യാരക്ടറോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളോടും എല്ലാവർക്കും യോജിക്കാൻ പറ്റില്ല. നമ്മളാൽ ഹെയ്റ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ അതേപോലെ ആ ബിഗ് ബോസ് ഹൗസിലുള്ള വേറെ ആരോടും ഹെയ്റ്റ് ഇല്ല. ബാക്കി എല്ലാവരും നോറയാണെങ്കിൽ പോലും നോറയോട് ഹെയ്റ്റ് ഇല്ല. നോറയുടെ കാണിക്കലിനെ പറയുന്നുള്ളൂ. അല്ലാണ്ട് അത് നോറയ്ക്ക് ഒരു കുറ്റമില്ല. നോറയുടെ ഗെയിമാണ്. പല കാര്യങ്ങളും കൊണ്ടാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പറയണം ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്. ജാസ്മിൻ നല്ല ഗെയിമറാണ് എന്നുള്ളത് പറയാൻ ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഫെയിം ഒക്കെ കണ്ട് തുള്ളിച്ചാടി അതിന്റെ പിന്നാലെ പോയി ജീവിതമൊക്കെ നല്ല രീതിയിലോ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയ ജാസ്മിന് നല്ല ബുദ്ധിയാണ്. കാരണം എന്താ, പവർ ടീമിലെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം മറിയായിരുന്നു. ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്താ ജാസ്മിൻ പവർ ടീം കയറിയല്ലേ? ആൾക്കാരെ മുന്നിൽ ബുദ്ധിപരമായിട്ടുള്ള ഇവള് വേറെ സംഭവം കേട്ടോ. വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 ചാനലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവളോട് പോയിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. അഭിപ്രായം ചോദിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറയും. ഞാൻ അപ്പം ഇത് നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിന്റെ വീഡിയോയിൽ അടിച്ചു വിടുന്ന ഞാൻ വിടുന്ന പല അഭിപ്രായങ്ങളും ചിലപ്പോൾ ഇവളതായിരിക്കും, ചില തന്ത്രപ്രധാനം. പക്ഷെ അതെന്താ ഇവള് ചെയ്യാറ്? ഇപ്പോൾ ഇവളിനോടൊന്നും പറയില്ല. ഞാനൊരു ബുദ്ധിപരമായിട്ടൊരു കാര്യം പറയട്ടെ. ഇത് ബുദ്ധിപരമാണെന്ന് ഞാൻ നോക്കാം. സമയം കളയല്ലോ. എന്താ വെച്ചാല് അന്ന് ജാസ്മിന് ബുദ്ധി ഉണ്ട് പറയാൻ കാരണം എന്താ അറിയോ? ചിലപ്പോൾ ഇതെല്ലാം തിരിവായിരുന്നു. അന്ന് ഇയാള് സിബിൻ ഒരു ജസ്റ്റർ കാണിച്ചു, അതല്ലേ ഇപ്പൊ പ്രശ്നം ഉണ്ടായത്. അതിന് ജാസ്മിനോട് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തോളാം പറഞ്ഞു. ആര്? പവർ ടീം. പക്ഷെ ജാസ്മിൻ ശിക്ഷ കൊടുത്തില്ല. ജാസ്മിൻ അന്ന് അപ്പത്തിനൊരു ശിക്ഷയായിരുന്നു ഈ പവർ ടീമിൽ നിന്ന് ഇറങ്ങണമെന്നോ അല്ലെങ്കിൽ വേറെ വല്ല ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ജാസ്മിൻ നല്ലതാണോ? ജാസ്മിൻ പറഞ്ഞു ഞാൻ ഒരു ശിക്ഷയും കൊടുക്കില്ല. അങ്ങനെ അപ്പൊ ജാസ്മിന് ഹേറ്റേഴ്സ് വരികയല്ലേ ചെയ്യാ. ജാസ്മിൻ അകത്ത് ശിക്ഷ കൊടുത്താ ജാസ്മിൻ ഒരു ശിക്ഷയും കൊടുത്തില്ല. കൂട്ടാൻ മനസ്സിലായില്ലെങ്കിൽ ചിലവർക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ജാസ്മിന് അന്ന് ഹേറ്റേഴ്സ് വന്നില്ല, അന്ന് വന്നൂന്നല്ലേ. പിന്നെ ഇനി എങ്ങനെ പറയാനുള്ള അത്യാവശ്യം ഇനി ഹേറ്റേഴ്സ് ഉണ്ട്. അതൊന്നല്ല മനസ്സിലായി. എന്തോ വലിയ സീരിയസ് ആയിട്ട് ഇവിടെ എന്തോ പറഞ്ഞ ബുദ്ധിപരമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇത് മനസ്സിലായിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്, മനസ്സിലാവും. പോട്ടെ, അത് അടുത്ത്. പിന്നെ വേറെന്താ? നീ അടുത്ത് വരട്ടെ. പൂജനോട് വിളിച്ചു ചോദിച്ചു ഇതൊക്കെ ഫോട്ടോ. അയ്യോ ഇതാ മറ്റേ സംഭവം കാണിച്ചേട്ടോ. ഏത്? കാലുവാരി നിലത്തടി. അത് കഴിഞ്ഞിട്ട് പവർ റൂമിൽ വന്നിട്ട് വിഷമം. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല ഇതോ. ഇനി എന്താ ഈ സ്ലൈഡ് നീക്കാഞ്ഞ്? പിന്നെ അതേ പോട്ടെ, നമ്മൾ ഗെയിമിക്ക് കടന്നു. നോറയുടെ വിജയത്തിൽ ഒരു പൊൻതൂവൽ കൂടി ആ കുട്ടിക്ക്. അത് നോറ ജയിക്കുന്ന ഉറപ്പായിരുന്നു. കാരണം സായി അവര് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. സായി, അഭിഷേക് എവിടെയും കാണില്ലെങ്കിലും അങ്ങനത്തെ കുറച്ച് ആൾക്കാരും കൂടി സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ്. അഭിഷേക് ഒക്കെ കുറെ ടീഷർട്ട് ഉണ്ടല്ലോ. അവര് രണ്ടാളെയും കാണാനില്ലാണ്ടല്ലേ. പക്ഷെ അവര് ഭയങ്കര സീരിയസ് ആയിട്ട്. 2 അഭിഷേകുമാരി സായിനെ ഒന്നും കുറച്ച് ഇപ്പൊ കാണാനേ ഇല്ല. സായിനെ പിന്നെ ആ തലോണ്ട് ഇടയ്ക്ക് കാണാണ്ട് അവിടെ. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല. എന്തായാലും അത് കഴിഞ്ഞു. നോറ ജയിച്ചു. നോറയ്ക്ക് ടീഷർട്ടും കിട്ടി. സന്തോഷായി. നാളെ രാത്രിയല്ലേ ഇപ്പൊ ഇതിന്റെ ബാക്കി കാണുക. സഹിക്കാൻ വയ്യ. ജബ്രികളും നോറകളും. നോറയുടെ പിന്നെ സഹിക്കാട്ടോ. നോറയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടണം. ആ ജാസ്മിന്റെ ഒക്കെ ഒരു കഥ എന്താവും അറിയാന്നാണ്. രണ്ടുപേരും കൂടി ഇത്രയ്ക്കൊന്നും സിബിന്റെ പറയണ്ടായിരുന്നു. സിബിന്റെ മറുപടി എങ്ങനെയുണ്ടെന്ന് അറിയാം. കാരണം വേറൊരു കാര്യം പറയട്ടെ, ഈ അർജുൻ ഇതേ ജസ്റ്റർ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്.
യമുനയോടാ തോന്നുന്നുണ്ട്. എനിക്ക് യമുനയോടാണ് സംശയം ഉണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചിട്ടാണ് നടന്നു പോയത്. അതൊരു പ്രോബ്ലം അല്ല. ജാസ്മിൻ ഒരു വേറിട്ട വ്യക്തിയാണ് ഇത്. ഞാൻ പോലും ജാസ്മിൻ ഫാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പോലും അറിയാതെ അധോലോകമായി മാറുക എന്നൊക്കെ പറഞ്ഞാല്. കാരണം അത്രയധികം ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആരാന്ന വിചാരം? ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കണ്ണാണ്, കണ്ണിലുണ്ണിയാണ്. അർജുന്റെ ഒന്നും പറഞ്ഞില്ല എന്നാ പറഞ്ഞത്. അല്ല, അത് ഞാൻ പറഞ്ഞത് ജാസ്മിന്റെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പറഞ്ഞു എന്നാ ഉദ്ദേശിച്ചത്. ജാസ്മിനോടല്ലേ കാണിച്ചത് ശിക്ഷ കൊടുക്കാനൊക്കെ പറഞ്ഞിരിക്കും. ഇതിപ്പോ എത്ര ശിക്ഷയാ ആ ഒരു കാണിച്ചത്? ജീവിതത്തില് വിരല് പോയിട്ട് ഇനി ഇങ്ങനെ നടക്കുള്ളൂ. സിബിൻ ഇങ്ങനെ നടക്കാം. സിബിൻ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞു. ഈ വിരല് സിബിന് പോയി പാവം. കാരണം പവർ ടീമിന്ന് പോയി നോമിനേഷനിൽ നേരിട്ട് വന്നു. പോരാത്തതിന് 3 ദിവസം പാത്രം കഴിക്കണം. അതിനെക്കൊണ്ട് ആ കക്കൂസും കൂടി കഴിക്കായിരുന്നില്ലേ? അങ്ങനത്തെ കുറച്ച് ശിക്ഷയും കൂടി ബാക്കിയുണ്ടല്ലോ. മറ്റേ ജഗതി പറഞ്ഞാല് ഇത് പോലീസ് എല്ലാരും നല്ല സങ്കടത്തിൽ നമ്മള് പോട്ടെ, നമുക്ക് ജോലിയാക്കാം. അതൊക്കെ ഇത് ഗെയിമല്ലേ. ഈ പിന്നെ എന്താ പറയാ, കിലുക്കത്തിന് ജഗതി പറഞ്ഞാല് അതൊന്ന് കൊലക്കുറ്റാക്കി എന്നെ ഒന്ന് തൂക്കി കൊല്ലാൻ പറയാറുണ്ട്. അതാണ് സിബിന്റെ അവസ്ഥ. സിബിന്റെ ഒരു കഷ്ടം തോന്നുന്നു. പാവം തോന്നി, കരഞ്ഞുട്ടോ. കരഞ്ഞപ്പോ എനിക്ക് സങ്കടമായി. പാവം തോന്നി. പക്ഷേ അവൻ എന്തായാലും നമ്മൾ പറഞ്ഞു കേൾക്കില്ല. എന്നാലും പറയട്ടെ, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് എന്ന് പറയുന്നില്ല. ഇതൊക്കെ നല്ലൊരു സംഗതിയായിട്ട് കണക്കാക്കുക. ഇവൻ അധികം പൊട്ടത്തരം അബദ്ധം, അന്നൊരു കമന്റ് വന്നു, നിങ്ങൾക്ക് ഒരു പൊട്ടത്തരം അബദ്ധമൊന്നും ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരെ മനസ്സിൽ ഇടം നേടാം, എന്നിട്ട് കപ്പ് ജയിക്കാൻ പറ്റും. 100% കറക്റ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞ കാരണം 1, 2, 3 സീസണുകളിൽ എന്തോ സംഭവിച്ചു, 5ാമത്തെ സീസണിൽ സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതായത് ഒരു സീസണിൽ രജിത് സാറിനെ ഇങ്ങനെ പറഞ്ഞ് പുറത്തുപോയി. നല്ലൊരു ഗെയിമർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫിറോസ് ഖാൻ, അവര് ഭയങ്കര ഗെയിമേഴ്സ് ആയിരുന്നു. ചെറിയ കാര്യം പറഞ്ഞിട്ട് പുറത്ത് കളഞ്ഞു. പിന്നെ ആരായിരുന്നു? റോബിനെ ഒരു ഇതും ഇല്ലാണ്ട് കുഞ്ഞു കാര്യത്തിൽ എന്തോ ഇങ്ങനെ ആക്കി പറഞ്ഞിട്ട് പുഷ് ചെയ്തു പറഞ്ഞിട്ട് പുറത്ത് കളഞ്ഞു. മാരാരെ പിന്നെ കളയാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് അറിയില്ല. പക്ഷെ വേറെ ലെവലാണ് അത്. അങ്ങനെ ആർക്കും അങ്ങനെയൊന്നും പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ശോഭനി അവരൊക്കെ അങ്ങനെ ആക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ, അതുകൊണ്ട് പറയണം എന്താന്ന് വെച്ചാല്, സിബിൻ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കണം. അഖില് കളിച്ച പോലെ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ച് കളിച്ചാൽ സിബിന് കപ്പ് മേടിക്കാം. അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരിങ്ങനെ ചെയ്തിട്ടേ കുറെ ആൾക്കാർ, ചെറിയൊരു ഗുണമുണ്ട്, കുറെ ആൾക്കാരും കൂടി സിബിന് വേണ്ടിയിട്ട് ഇഷ്ടാവും. അത് ഏഷ്യാനെറ്റ് ഇങ്ങനെ ചെയ്യണോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏഷ്യാനെറ്റ് അതിന് വേണ്ടി ചെയ്യണാണോ പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ അതിന് വേണ്ടി ചെയ്യണോ കേട്ടോ. സിബിനെ വിടുക, മണി പിടിക്കാം. ജന്മണി ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ബിസിനസ് ക്ലാസ്സിൽ അങ്ങനെ പറയലോ കേട്ടോ. അതിന് ഔട്ടായപ്പോ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സങ്കടം. മനസ്സിലായോ? അതാണ് ദേശീയ ഇഷ്ടപ്പെടാത്തത് നമ്മള് എല്ലാ എപ്പിസോഡിലും പറഞ്ഞു. എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല പല കാര്യങ്ങളും. പക്ഷെ ഇന്നൊക്കെ കരയണേന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഈ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. ജാൻമണി ഒരുപാട് ഹെൽപ്പ് ചെയ്യും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ജാൻമണിക്ക്. അതുപോലെ വല്ല വയ്യായി വന്ന എല്ലാവരും നോക്കും നന്നായിട്ട്. ജാൻമണി ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഒറ്റയ്ക്ക്, അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഫാമിലി കിട്ടിയ പോലെയാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ കരയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. കണ്ണ് തുറപ്പിച്ചു കേട്ടോ. ഞാൻ തമാശ കേട്ടോ, ഈ കാര്യമാണ് സീരിയസ് ആയിട്ട് മക്കളെ സത്യം. ഇത് ഞാൻ പിന്നെ അത് ഇതിൻ്റെ കണ്ണ് ഉറപ്പിച്ചു. ഞാൻ സത്യം പറഞ്ഞ ജാൻമണീനെ ഒരു കളിയാക്കാന്നുള്ള കണ്ടീഷനിൽ തന്നെയാണ് ഞാൻ ഇത് തുടങ്ങിച്ചത്. പക്ഷേ അവർ പറഞ്ഞൊരു പോയിന്റാണ്. ഈ വക പോയിന്റുകളൊന്നും വെളുപ്പനോട് ഇത് തുടങ്ങുന്നതിന് മുന്നേ പറയില്ല. കാരണം നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഞാൻ എടുത്തിട്ട് സ്കോർ ചെയ്യുമെന്ന് പഠിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായത് എൻ്റെ എല്ലാ കളികളും മനസ്സിലായത്. ഈ ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം എന്നോടുള്ള പെരുമാറ്റം ഭയങ്കര മോശമായിരിക്കും. അത് ചിലപ്പോൾ ഒരു പക്ഷേ സിബിൻ ജാസ്മിനോട് പെരുമാറുന്നേക്കാളും അല്ലെങ്കിൽ ജാസ്മിൻ സിബിനോട് നോറനേക്കാളും പെരുമാറുന്നേക്കാളും ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രതികരണം അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. പോട്ടെ, ജാൻമണിയുടെ അവസ്ഥ എന്താ വെച്ചാൽ ചിലപ്പോൾ ജീവിതത്തിൽ എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ഒറ്റപ്പെട്ട് കഴിഞ്ഞല്ലേ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള തോന്നലുണ്ട്. അതാണ് അവരൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വിധു ആ ബിഗ് ബോസിൽ പോയാൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാൻമണീനൊക്കെ സാന്ത്വനിപ്പിച്ച് എവിടെയെങ്കിലൊക്കെ എറണാകുളത്തൊക്കെ പോയി ഇടയ്ക്ക് വേണ്ടേ.
വേണ്ടെങ്കിൽ വേണ്ട, നോക്ക് പോയി അല്ലാണ്ട് ആർക്കാ. ഞാൻ പോയിരുന്നു ചിലപ്പോ സായിന്റെ വൈഫ് ചെയ്യുന്ന രാത്രി കാറിൽ ഇരുന്നിട്ടൊക്കെ വീഡിയോ ചെയ്തുകൂടായിരുന്നില്ലേ വിധു? ഞാൻ ചെയ്യില്ല. ഉറപ്പാണോ? അങ്ങനെയായി ഇവിടുന്ന് മറ്റേ മഞ്ചേരി ഞങ്ങള് കച്ചേരിപ്പടി എന്ന സ്ഥലമുണ്ട്, ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, ഒരു 5 മിനിറ്റ്. കച്ചേരിപ്പടി പോയി വരാനുള്ള സംവിധാനം പോലും മനസ്സിലായില്ല. അപ്പക്ക് ഇവള് പണ്ട് ഇവളായിരുന്നു പുറകെ വിളിക്കുക, കുട്ടേട്ടാ കുട്ടേട്ടാ എവിടെ എത്തി കുട്ടേട്ടൻ, ചന്ദ്രേട്ട എവിടെയാന്ന് വെച്ചിട്ട് ഡബിൾ ട്രിപ്പിള്, കുട്ടേട്ട എവിടെ എത്തി കുട്ടേട്ട. പക്ഷെ ഇപ്പൊ കുട്ടേട്ടൻ നിന്ന് കുട്ടേട്ടൻ്റെ അപ്പൊ ചെറുത് മകളുണ്ട്, അത് എന്താ വെച്ചാൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ സമ്മതിക്കില്ല. ഓക്കെ പോട്ടെ. അങ്ങനെ ജാൻമണിയുടെ കേട്ടോ പോയി. പക്ഷെ ജാൻമണി എന്തിനാണ് ഈ ശ്രീരേഖയ്ക്ക് കൊടുത്ത്? ജാൻമണി പവർ ആർക്കെങ്കിലും കൊടുക്കുക, പവർ ടീമിൽ ആർക്കെങ്കിലും കൊടുക്കുക പറഞ്ഞപ്പോ ശ്രീരേഖയ്ക്ക് കൊടുത്ത്. എന്താ ജിൻഡോനും കൊടുത്തില്ല, അൻസിബയ്ക്കും കൊടുത്തില്ല. ക്യാപ്റ്റൻ ആയതുകൊണ്ടോ അറിയില്ല. ജിൻഡോ ക്യാപ്റ്റൻ പോയില്ലേ, ഇനി ശ്രീരേഖ അല്ല ശ്രീതു അല്ലേ? ശ്രീതുവാണ്. നല്ലൊരു ഫ്രെയിം എടുത്തുണ്ട്, കൈ ഇങ്ങനെ പിടിക്കുന്നത് ബിഗ് ബോസ്. ഇതാരെ ഫോട്ടോ എടുത്ത് കൊടുത്തു. അങ്ങനെ ജാൻമണി വിഷമിച്ചുകൊണ്ട് വിട വാങ്ങി. അതായിരുന്നു ലാസ്റ്റ് ഷോട്ട് ഇന്നത്തെ അല്ലേ? അപ്പൊ അത്ര തന്നെ ഉള്ളൂ. ഏകദേശം 20 മിനിറ്റോളമായി വീഡിയോ. പിന്നെ എത്ര പേര് കാണട്ടെ, കണ്ണൂർ കാണട്ടെ. നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇന്നത്തെ വീഡിയോ നമ്മൾ റീച്ച് കിട്ടിട്ടോ. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. പിന്നെ എന്തെങ്കിലും എലിമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സജഷൻസ് ഒക്കെ അറിയിച്ചോളൂ. നമ്മൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? ആയിക്കോട്ടെ. ഞാൻ വലിയ ആളാണ്, സത്യത്തിൽ അടക്കം ചിലപ്പോൾ ഫാൻസ് കൂടുതൽ. കോട്ടെ ഗോപ്രോ മച്ചാൻ എന്ന ചാനൽ തുടങ്ങി എന്നെ മറക്കരുത് എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ തൊഴുതുണ്ട്, കുറച്ച് കൈ പൊന്തിച്ച് തൊഴുത് ക്യാമറ കണ്ടോളൂ. കുറെ നേരമായി തൊഴുണ്ട് കേട്ടോ. ഇങ്ങനെ പിടിക്കൂ, ഇവിടെ ഇങ്ങനെ കുറെ നേരമായി തൊഴുന്നുണ്ട്. അപ്പൊ തൊഴിലിന് കൈ ഇവിടെ കാണുന്നില്ല, എങ്ങനെ പിടിച്ചാലേ കൈ കാണുള്ളൂ. ഭയങ്കര വിനയാണെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോലെ ഔട്ട് ഓഫ് ഫ്രെയിം പോലെ ചിരിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാ എക്സ്പ്രഷനും ക്യാമറക്കുള്ളിലാണ്. പിന്നെ ഭയങ്കര വിനയാന്ന് ആരോ ഒരാളെ പറഞ്ഞിട്ടുണ്ട് ചെയ്തു. അത് ഞാൻ തന്നെ ഫേക്ക് കമന്റ് ഇട്ടിട്ട് അങ്ങനെ ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടോ. അപ്പൊ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടിപൊളിയായിട്ടിരിക്കുക. നോറ ഫാൻസ്, ജാസ്മിൻ ഫാൻസ് സന്തോഷമായിട്ടിരിക്കുക. അധികം ദിവസം സന്തോഷിക്കാനുള്ളത് ഇതിനകത്ത് വകുപ്പുണ്ടാവാത്ത രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. നാളെ മറ്റന്നാളൊക്കെ എന്താ പറയുക, ഇനിയിപ്പോൾ നാളെ എപ്പിസോഡ്. പിന്നെ കുറേ ചെറിയ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ വക ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ മിക്കവാറും അതാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ നമ്മളിപ്പോൾ ആസ് യൂഷ്വൽ രാവിലെയാണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടി വീഡിയോസൊക്കെ ചെയ്യട്ടെ. നാളെ സൺഡേ ഒക്കെ അല്ലേ, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വല്ല പ്രൊമോക്ക് ഒന്ന് ഞെട്ടിക്കാനുള്ള ശ്രമം ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തും. അത് നമ്മൾ വീഡിയോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി സൺഡേ. അടിപൊളി സൺഡേ അല്ലേ ഇത്? ബൈ.